വേടൻ്റെ അമ്മയാണ് അങ്ങനൊന്നും അറിയില്ലായിരുന്നു. ആദ്യം അറിയില്ലായിരുന്നു. വീട്ടിലെത്തി കുറച്ച് കാലം എൻ്റെ കൂടെ നിന്നപ്പോൾ എന്നോട് പറഞ്ഞ് പിന്നെ ഇത് എൻ്റെ മോനെ ഇങ്ങനെ ഒരു പാട്ടുകാരനാണ്, യൂട്യൂബിലൊക്കെ ചെറുതായിട്ട് പാട്ടൊക്കെ പാടുന്നുണ്ട് കാരണം അപ്പോൾ എനിക്ക് വീഡിയോ കാണിച്ചു തന്നെ. അപ്പോൾ അവൻ നല്ല പാട്ടുകാരനായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ രക്ഷപ്പെടുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. വേടൻ്റെ അച്ഛൻ്റെയും അമ്മൻ്റെയും ഹരിതൻ്റെതൊക്കെ ഉണ്ട്, പെങ്ങളതൊക്കെ ഉണ്ട്. അവരെന്ന് രാവിലെ അച്ഛൻ വിളിച്ചിരുന്നു, വൈകുന്നേരം അച്ഛൻ പറഞ്ഞ് ഇവിടെ മാനേജറെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞതാണ് സ്റ്റേജിൽ കയറി കൊടുക്കണം, അവന് സന്തോഷമാവുന്നത്. ഇന്നലെ കോഴിക്കോട് ടൂറിസത്തിൻ്റെ ഓണാഘോഷ പരിപാടിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ വേടൻ ഇന്നലെ കോഴിക്കോട് ഒരു വേദിയിലെത്തിയപ്പോൾ ഒരു സ്ത്രീ വേടൻ ഒരു സമ്മാനം നൽകി. ആ ഒരു സമ്മാനം ആ ഒരു വേദിയിൽ വെച്ച് ആ ഒരു ലേഡി കൊടുത്തതിന് ശേഷം പുറത്തിറങ്ങി മെയിൻ സ്ട്രീം ചാനലിനോട് കുറച്ച് കാര്യങ്ങൾ പറയുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ലിറ്ററലി ആ ഒരു വേദിയിൽ വെച്ച് വേടൻ അവർ ആ ഒരു സമ്മാനം കൊടുത്തപ്പോൾ വേടൻ്റെ മുഖമൊക്കെ ഭയങ്കരമായിട്ട് ഡൗൺ ആവുന്ന ഒരു വേടനെ നമുക്ക് കാണാൻ സാധിച്ചു. പക്ഷെ അപ്പോൾ കാര്യം എന്താണെന്ന് മനസ്സിലായില്ല. പക്ഷേ പുറത്തിറങ്ങിയതിന് ശേഷം ആ ഒരു സ്ത്രീ നമ്മുടെ മെയിൻ സ്ട്രീം ഒരു ചാനലിനോട് സംസാരിക്കുന്ന കേട്ടപ്പോൾ ലിറ്ററലി ഒരുപാട് സങ്കടവും തോന്നി. അതോടൊപ്പം തന്നെ ആ സ്ത്രീയോട് ഒരുപാട് ബഹുമാനം തോന്നി എനിക്ക്. ആ സ്ത്രീ എന്താണ് പറഞ്ഞത് എന്നുള്ള കാര്യം ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം. അതിനുശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. പിന്നെ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുമ്പോഴത്തേക്ക് എനിക്കറിയാം ഒരുപാട് കുങ്കികൾ ഈ ഒരു വീഡിയോ അടി വന്ന് എന്നെ തെറി പറയാൻ സാധ്യതയുണ്ട്. എനിക്കൊരു മലരും ഇല്ലടാ മക്കളെ, കേട്ടോ. എനിക്ക് അത്രേ പറയാനുള്ളൂ നിന്നോടൊക്കെ. എനിക്കൊരു മലരും ഇല്ല. എനിക്ക് പറയാനുള്ള എൻ്റെ ആ ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം ഉള്ളൊരു നാട്ടിലാണ് ഞാൻ ജീവിക്കുന്നത്. എൻ്റെ അഭിപ്രായം ഞാൻ പറയുക തന്നെ ചെയ്യും. അതിലിപ്പോൾ എന്തൊക്കെ നിനക്ക് ഉണ്ടാക്കണമെന്ന് പറഞ്ഞാലും നീയൊക്കെ അങ്ങ് ഉണ്ടാക്കിക്കോ. ശരി കണ്ടാൽ ശരിയാണ് എന്ന് പറയാൻ എനിക്കൊരു മടിയുമില്ല. തെറ്റ് കണ്ടാൽ തെറ്റാണെന്ന് പറയുക തന്നെ ചെയ്യും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ പറ്റുമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വേടൻ്റെ അമ്മയുടെ ഫോട്ടോ ആണല്ലോ നൽകിയത്. അമ്മയുടെ ഫോട്ടോ എങ്ങനെ കിട്ടി? അമ്മ എൻ്റെ കൂടെ കുറച്ച് കാലം എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. അമ്മയായിട്ട് നല്ലൊരു സൗഹൃദ ബന്ധം ഉണ്ടായിരുന്നു. അങ്ങനെയുള്ളൊരു ബന്ധമാണ്. അപ്പോൾ അവൻ്റെ അച്ഛൻ പറഞ്ഞിട്ടാണ് ഞാനിവിടെ വന്നതും ആ ഫോട്ടോ കൊടുക്കുന്നതും. അത് അവനക്ക് ഭയങ്കര സന്തോഷമാവെന്ന് പറഞ്ഞ് അങ്ങനെ കൊണ്ടുവന്നതാണ്. അപ്പോൾ അമ്മേനെ കാണുമ്പോൾ വേടൻ്റെ അമ്മയാണ് അങ്ങനൊന്നും അറിയില്ലായിരുന്നു. ആദ്യം അറിയില്ലായിരുന്നു. വീട്ടിലെത്തി കുറച്ച് കാലം എൻ്റെ കൂടെ നിന്നപ്പോൾ എന്നോട് പറഞ്ഞ് പിന്നെ ഇത് എൻ്റെ മോനെ ഇങ്ങനെ ഒരു പാട്ടുകാരനാണ്, യൂട്യൂബിലൊക്കെ ചെറുതായിട്ട് പാട്ടൊക്കെ പാടുന്നുണ്ട് കാരണം അപ്പോൾ എനിക്ക് വീഡിയോ കാണിച്ചു തന്നെ. അപ്പോൾ അവൻ നല്ല പാട്ടുകാരനായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ രക്ഷപ്പെടുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അവൻ രക്ഷപ്പെട്ടെന്ന് ഇത് അമ്മക്കത് കാണാനുള്ളൊരു ഭാഗ്യം ഉണ്ടായിട്ടില്ല. അമ്മ മരിച്ചുപോയി. ഞാൻ അമ്മനെ കുറേ ആയിട്ട് വാട്സപ്പിലൊക്കെ കോൺടാക്ട് ചെയ്യാറുണ്ടായിരുന്നു. പക്ഷേ റിപ്ലൈ കിട്ടാതായപ്പോൾ അവൻ്റെ അച്ഛനെ വിളിച്ചു നോക്കി. അപ്പോഴാണ് അമ്മ മരിച്ച വിവരം അറിയുന്നത്. വേടന് വലിയ സന്തോഷമായില്ല. ആ വേടന് ഭയങ്കര ഇമോഷണലി കുറച്ചൊരു ഫീലിംഗ് വന്നു അവൻ്റെ മുഖം കണ്ടപ്പോൾ. അമ്മയുടെ പ്രാർത്ഥന അമ്മ വിചാരിച്ച പോലെ തന്നെ വേടൻ വലിയ നിലയിലെത്തിയിരിക്കുകയാണ്. അതെ, ഉഷാറാവട്ടെ. അവന് ഇത്രയും നല്ലൊരു നിലയിലെത്തിയത് നമുക്ക് കാണാനുള്ള ഭാഗ്യം ഉണ്ടായില്ല. പക്ഷെ അമ്മക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അവൻ രക്ഷപ്പെട്ട കുടുംബം രക്ഷപ്പെടുന്നുള്ളത്. അപ്പോൾ എപ്പോഴും അവരെ മക്കളെ പറ്റി പറയായിരുന്നു. പക്ഷെ അവരെ കുറേ ബുദ്ധിമുട്ടും കഷ്ടപ്പാടൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊന്നും മക്കളങ്ങനെ അറിയിച്ചിട്ടില്ല എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. പക്ഷെ അവൻ്റെ അമ്മേൻ്റെ കുറേ കാര്യങ്ങളുണ്ട്. പക്ഷെ വേടനോട് പറഞ്ഞ് പിന്നീട് ഒരിക്കൽ പേഴ്സണലി പറയാൻ. പക്ഷെ അവൻ കുറച്ച് ഇമോഷണൽ ആയിപ്പോയി ആ ഫോട്ടോ കണ്ടപ്പോൾ. നമുക്ക് ആ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് വേടൻ ഒരുപാട് ഇമോഷണലായി. കാരണം പെട്ടെന്ന് ഒരു സ്റ്റേജിൽ ഒരു വേദിയിൽ നിൽക്കുമ്പോഴത്തേക്ക് പ്രതീക്ഷിക്കാതെ ഒരാൾ വന്ന് സ്വന്തം അമ്മയുടെ ഫോട്ടോ നൽകുമ്പം, പ്രത്യേകിച്ച് ആ ഒരമ്മ മരിച്ചുപോയി, ആ ഒരവസ്ഥയിൽ വേടൻ ഒരുപാട് ഇമോഷണലി ഡൗൺ ആയിപ്പോയി. പക്ഷെ എങ്കിൽ പോലും വേടൻ ആ ഒരു സ്ത്രീയോട് തിരിച്ച് സംസാരിക്കാനൊന്നും അധികം മടിയൊന്നും കാണിച്ചില്ല. നല്ല രീതിയിൽ സംസാരിച്ചു. ആ സ്ത്രീ പറയുന്നത് പോലെ തന്നെ, ആ ലേഡി പറയുന്നത് പോലെ തന്നെ അവരെ വീട്ടിലേക്ക് വിളിക്കുകയൊക്കെ ചെയ്തു. ഇതിലൊന്നും അല്ല കാര്യം. നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല. ഞാൻ അറിഞ്ഞത് വെച്ച് ഈ ഒരു സ്ത്രീയുടെ വീട്ടിൽ ജോലിക്ക് നിൽക്കുകയായിരുന്നു വേടൻ്റെ അമ്മ. പണ്ട് അവർ മരിക്കുന്നതിനൊക്കെ മുമ്പ് ഈ ഒരു സ്ത്രീയുടെ വീട്ടിൽ ജോലിക്ക് നിൽക്കുകയായിരുന്നു. പക്ഷെ ഒരിടത്ത് പോലും ആ ഒരു സ്ത്രീ, അവിടെയാണ് എനിക്ക് അവരോട് റെസ്പെക്ട് തോന്നിയത്. ഒരിടത്ത് പോലും ആ സ്ത്രീ എൻ്റെ വീട്ടിൽ വേടൻ്റെ അമ്മ ജോലിക്ക് നിൽക്കുകയാണ് എന്നുള്ളൊരു കാര്യം അവർ പറഞ്ഞില്ല. ഒരിടത്ത് പോലും ആ സ്ത്രീ പറഞ്ഞില്ല. നേരെ മറിച്ച് വേടൻ്റെ അമ്മ എൻ്റെ കൂടെ ആയിരുന്നു കുറേ കാലം, വേടൻ്റെ അമ്മ എൻ്റെ കൂടെ ആയിരുന്നു എന്ന് മാത്രമേ ആ സ്ത്രീ പറഞ്ഞുള്ളൂ. അവർക്ക് വേണമെങ്കിൽ പറഞ്ഞ് ഒരു ഷോ ഓഫ് അവർക്ക് അവിടെ നടത്താമായിരുന്നു. വേടൻ്റെ അമ്മ എൻ്റെ വീട്ടിലായിരുന്നു ജോലി ചെയ്തിരുന്നത് എന്നൊക്കെ പറഞ്ഞ് അവർക്ക് വേണമെങ്കിൽ വെറും ഒരു ഷോ കാണിക്കായിരുന്നു. പക്ഷെ അതൊന്നും ചെയ്യാതെ വളരെ പൊളൈറ്റായിട്ട്, ലൈക്ക് ഇവിടെ ഒരുപാട് വിദ്യാഭ്യാസമുള്ള ഒരുപാട് വലിയ പൊസിഷനിലൊക്കെ ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകൾക്കില്ലാത്ത ഒരു മര്യാദ ആ ഒരു സ്ത്രീ അവിടെ കാണിച്ചു. അതാണ് എന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് ഒരു ബഹുമാനം തോന്നി ആ സ്ത്രീയോട്. ഇത് ഈ ഒരു ചാനൽ മീഡിയ വണ്ണിലാണ് ഈ ഒരു വാർത്ത ഞാൻ കണ്ടത്. അതിൻ്റെ ഒരു കമന്റ് ബോക്സ് നോക്കിയാൽ പോലും ഒരുപാട് പേര് ഈ കാര്യം അവിടെ പറയുന്നത് ഞാൻ കണ്ടു. ഞാൻ നിങ്ങൾക്ക് 1-2 കമന്റ് കാണിച്ചു തരാം. അതിന് മുമ്പ് ഈ ഒരു വീഡിയോ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കാണും.
വേണം എന്ത് പറഞ്ഞു ഇപ്പോൾ കണ്ടപ്പോൾ? ഫോട്ടോ കൊടുത്തപ്പോൾ എന്ത് പറഞ്ഞു വേണം? ഫോട്ടോ കണ്ടപ്പോൾ അവൻ ആകെ അപ്സെറ്റ് ആയിപ്പോയി, ഒന്ന് ഡൗൺ ആയിപ്പോയി. അവൻ്റെ മുഖം കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. അപ്പം എന്നോട് പറഞ്ഞു വിളിക്കുക, സംസാരിക്കുക, വീട്ടിലേക്ക് ഒരു ദിവസം വിളിച്ചിട്ടുണ്ട്, വീട്ടിൽ വരണമെന്ന് പറഞ്ഞു. നമ്പറൊക്കെ മേടിച്ചോ? നമ്പർ ആദ്യം ഉണ്ട്. വേടൻ്റെ അച്ഛൻ്റെയും അമ്മൻ്റെയും ഹരിതൻ്റെതൊക്കെ ഉണ്ട്, പെങ്ങളതൊക്കെ ഉണ്ട്. അവരെന്ന് രാവിലെ അച്ഛൻ വിളിച്ചിരുന്നു, വൈകുന്നേരം അച്ഛൻ പറഞ്ഞ് ഇവിടെ മാനേജറെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞതാണ് സ്റ്റേജിൽ കയറി കൊടുക്കണം, അവന് സന്തോഷമാവുന്നത്. ഞാൻ ഒരു ഹൗസ് വൈഫാണ്. അവരൊരു പാവം ഹൗസ് വൈഫാണ്. മനസ്സിലാക്കേണ്ട ഒരു കാര്യമായത്, ഒരുപാട് വിദ്യാഭ്യാസം ഉണ്ടായതുകൊണ്ട് അവർക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ടായിരിക്കും. ഞാൻ അവർക്ക് വിദ്യാഭ്യാസം ഇല്ല എന്നല്ല പറയുന്നത്. ഒരുപാട് വിദ്യാഭ്യാസമൊക്കെ ഉണ്ടായി ഒരുപാട് വലിയ പൊസിഷൻസിൽ ജോലി ചെയ്യുന്ന ആളുകൾ പോലും ചിലപ്പോൾ ഈ ഒരു മര്യാദ കാണിക്കില്ല. മനസ്സിലായില്ലേ? ഒരിടത്ത് പോലും അവരുടെ വീട്ടിൽ ജോലി ചെയ്യുകയാണെന്ന് അവർ പറഞ്ഞില്ല. പിന്നെ ഇനി കുറെ പേര് അവരെ കുറ്റം പറഞ്ഞുകൊണ്ടൊക്കെ വന്നാൽ തന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ആ ഒരു സ്ത്രീ വേടൻ്റെ അച്ഛനും വേടൻ്റെ പെങ്ങളും ഒക്കെ ആയിട്ട് നല്ല കോണ്ടാക്റ്റിലാണ്. വേടൻ്റെ അച്ഛൻ പറഞ്ഞിട്ടാണ് ആ ഒരു സ്ത്രീ നേരിട്ട് വന്ന് വേടന് ആ ഒരു സമ്മാനം വരെ കൊടുത്തത്, സ്വന്തം അമ്മയുടെ ഫോട്ടോ. അതൊന്നും ഒരു ചെറിയൊരു കാര്യമൊന്നുമല്ല. മനസ്സിലായില്ലേ? ഇവിടെ ജാതി മതവും ഒക്കെ പറഞ്ഞ് അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു തട്ടമൊക്കെ ഇട്ട ഒരു മുസ്ലിം സ്ത്രീയാണത്. ഇവിടെ ജാതിയും മതവും ഇല്ലെങ്കിൽ താഴ്ന്ന ജാതി എന്നൊക്കെ പറഞ്ഞ് സ്വന്തം ജാതിയിലുള്ളവർ തന്നെ വേടനെ വലിച്ചു കീറുന്നത് കുറെ ആയിട്ട് നമ്മൾ കാണുന്നുണ്ടായിരുന്നു. ആ പാവത്തിനെ വട്ടത്തിൽ നിന്ന് ഇവിടെ മറ്റേ ഊക്കുന്ന കുറെ ആളുകളെ നമ്മൾ കണ്ടതാണ്. പല ശശികലമാരെ നമ്മൾ കണ്ടു നല്ല രീതിയിൽ ആട്ടുന്നത്. അവർക്കൊക്കെ ഉള്ളൊരു പാഠമാണിത്. അവരൊക്കെ മനസ്സിലാക്കണം ഇത്. ജാതിയും മതവും മാങ്ങയും തേങ്ങയൊന്നും അല്ല, ഇച്ചിരി മനുഷ്യത്വം ഉണ്ടായാൽ മതി. അത് ആ ഒരു സ്ത്രീക്കുണ്ട് എന്നതായി ഇവിടെ തെളിഞ്ഞിരിക്കുകയാണ് വളരെ വ്യക്തമായിട്ട് തന്നെ. അവർ സത്യം പറഞ്ഞുകൊണ്ടല്ലോ, അവരൊരു ഒരു ക്ലാപ്സിന് മാത്രമല്ല, അതിൻ്റെ അപ്പുറത്തേക്ക് അവരെ നമ്മൾ കണ്ടുപഠിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ഒരു ചെറിയൊരു ക്ലാപ്സിലൊന്നും അവർക്ക് ആ ഒരു എൻ്റെ റെസ്പെക്റ്റ് എനിക്ക് കാണിച്ചു തീർക്കാൻ എനിക്ക് താല്പര്യമില്ല. കണ്ടു പഠിക്കണം അവരെയൊക്കെ എല്ലാവരും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യാന്ന് വിചാരിച്ചത്. കുറേ പേര് ഇനിയിപ്പോൾ വരും തെറിയും ബഹളമായിട്ട്. ഐ ഡോണ്ട് കെയർ, അത്രേ ഉള്ളൂ എനിക്ക് നിന്നോടൊക്കെ പറയാം. പിന്നെ ഈ ഒരു വീഡിയോ വന്ന ചാനലിൻ്റെ കമൻറ്റ് ബോക്സിലേക്ക് പോവുകയാണെങ്കിൽ ഞാനിവിടെ കാണിച്ചു തരുന്ന കമൻറ്റുകൾ, അതെൻ്റെ പ്രിയപ്പെട്ട മുസ്ലിം സുഹൃത്തുക്കൾ ഇട്ട കമൻറ്റുകളൊന്നും ഞാൻ കാണിക്കുന്നില്ല. അതിപ്പോൾ കാണിച്ചു കഴിഞ്ഞാൽ എല്ലാവരും മറ്റേ വേറെ രീതിയിൽ ഇപ്പോൾ പറയും. ഒന്നും വേണ്ടേ, ഇച്ചിരി മനുഷ്യത്വമുള്ള ഹിന്ദു ക്രിസ്ത്യാനികളും ഒക്കെ അതിൻ്റെ അടിയിൽ കമൻറ്റ് ഇട്ടിട്ടുണ്ട്. ആദ്യത്തെ ഒരു കമൻറ്റ്, എത്ര മനോഹരമായ വാക്കുകൾ, ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത്. ഗോഡ് ബ്ലസ് യു സഹോദരി. അടുത്തൊരു കമൻറ്റ്, വേടൻ്റെ വിഷമം കണ്ടപ്പോൾ എൻ്റെയും കണ്ണു നിറഞ്ഞു, എന്നിരുന്നാലും ഒരുപാട് സന്തോഷവും തോന്നി. സത്യമായിട്ടും എനിക്കും വേടൻ്റെ ആ ഒരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. വേടൻ ആ ഒരു വേദിയിൽ വരുമ്പോൾ പെട്ടെന്ന് അമ്മയുടെ ഫോട്ടോ കാണുമ്പോഴത്തേക്ക് അത് ആരാണെങ്കിലും ഇമോഷണലി ഒന്ന് വീണു പോകും. അത് തന്നെ വേടൻ അവിടെ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് വേടൻ്റെ ആ ഒരു വീഡിയോ ക്ലിപ്പിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ആ ഒരു വീഡിയോ ക്ലിപ്പിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവുന്നുള്ളൂ. വേടന് നല്ല വിഷമമായിട്ടുണ്ട് കണ്ടപ്പോഴത്തേക്ക്. തിരിച്ചൊന്നും ഒരുപാട് സംസാരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ എന്നാലും ചെറുതായിട്ട് അവൻ പറഞ്ഞു വീട്ടിലേക്ക് വരണം. അവൻ്റെ അമ്മയ്ക്കും പെങ്ങൾക്കും ഒക്കെ വേടൻ്റെ അമ്മയ്ക്കും അച്ഛനും പെങ്ങളും ഒക്കെ ഇപ്പോഴും ആ ഒരു ലേഡിയായിട്ട് നല്ല കണക്റ്റഡ് ആണ്. ഒരുപാട് ആ ഒരു മകൻ ഇങ്ങനെ ആവണമെന്ന് ആ ഒരു അമ്മ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. ആ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്തായിരിക്കും വേടൻ ഇന്നിങ്ങനെ നിൽക്കുന്നത്. അടുത്തൊരു കമൻറ്റും കൂടെ, ഇത് ലാൽ ജോൺസ് എന്ന് പറഞ്ഞ ഒരാളിട്ട കമൻറ്റാണ്. ശരിക്കും റെസ്പെക്റ്റ് തോന്നുന്ന വാക്കുകൾ. അവർ എങ്ങനെയാണ് ആ അമ്മയെ കണ്ടിരുന്നത് എന്ന് ആ വാക്കുകളിലും അവരുടെ മുഖത്തും നിന്ന് ഉള്ള സന്തോഷത്തിൽ നിന്നും വ്യക്തം. നേരെ മറിച്ച് സ്വയം പ്രഖ്യാപിത ഉന്നത കുലജാതർ ആയിരുന്നെങ്കിൽ എങ്ങനെയാവും സംസാരിക്കുന്നത് എന്നത് നല്ല അനുഭവമുണ്ട്. സത്യമല്ലേ ആ വ്യക്തി പറഞ്ഞത്? ഒരു മുസ്ലിം ഒന്നും അല്ലേ ആ ഒരു കമന്റ് ഇട്ടിരിക്കുന്നത്. അതും കൂടെ ഒന്ന് മനസ്സിലാക്കണം. ഇവിടുത്തെ ഉന്നത കുല ജാതകന്മാരെ നിങ്ങളോടാണ് ഒരു സാധാരണ മനുഷ്യനാണെന്ന് തോന്നുന്നു ആ ഒരു കമന്റ് ഇട്ടിരിക്കുന്നത്. അത് മുസ്ലിം അല്ല കേട്ടോ. ഇനിയിപ്പം മുസ്ലിങ്ങൾ തന്നെ മുസ്ലിങ്ങളെ പൊക്കിയെടുക്കാൻ വേണ്ടി എന്നൊക്കെ ഇവിടെ പറയും, ഉറപ്പായിട്ടും പറയും. അങ്ങനെ പറയുന്നവർ മനസ്സിലാക്കുക, ഇവിടെ കൂടെ നിന്നവന്മാരെ കുതുകാല് വെട്ടി വീഴ്ത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ ഒരു വേടൻ എന്ന് പറയുന്ന വ്യക്തിയെ, ഇല്ലേ? ആ ഒരു അത്രയും നികൃഷ്ടമായുള്ള പരിപാടികളാണ് നടക്കുമ്പോഴാണ് ഇതാ ഈ ഒരു കാര്യം നടക്കുന്നത്. ലിറ്ററലി ആ ഒരു ഇത്തേർഡാണ് ഹ്യൂജ് റെസ്പെക്ട് ഫോർ യു. നിങ്ങളുടെ വാക്കുകളോട് ഒരിടത്ത് പോലും അവൻ എൻ്റെ വീട്ടിൽ ജോലിക്ക് നിൽക്കുകയായിരുന്നു എന്ന് പറയാതെ നിങ്ങൾ കാണിച്ച ആ ഒരു മനസ്സുണ്ടല്ലോ നിങ്ങളുടെ, അത് പറയാതെ നിന്ന ആ ഒരു മനസ്സ്, അതിനോട് ഒരുപാട് റെസ്പെക്റ്റ്, ഒരുപാട് ബഹുമാനം തോന്നുന്നു. ഞാൻ എൻ്റെ അഭിപ്രായമാണ് ഈ പറഞ്ഞത്. വീഡിയോ കാണുന്ന നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ കാണും. താഴെ കമൻറ്റ് ബോക്സിൽ എന്താണെങ്കിലും പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ പറ്റുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക.